നീറ്റ് റാങ്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കൗൺസിലിംഗ് പ്രോസസ്സ്, ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലിംഗ് പ്രോസസ്സ് തുടങ്ങാനായിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വരും. ദെൻ ആ പ്രോസസ്സിൽ പൊതുവെ ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലിംഗ് പ്രോസസ്സിൽ പൊതുവെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ബുദ്ധിമുട്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. ആ ചില കാര്യങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സ് നടത്തുന്ന മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം ആ ഡിപ്പാർട്ട്മെൻറ്റ്, ആ വകുപ്പിൻ്റെ മന്ത്രിയായ JP നദ്ദ പുറത്തുവിട്ടിട്ടുണ്ട്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. അത് ഞാൻ നിങ്ങളുടെ ഈ വീഡിയോൻ്റെ താഴെ ലിങ്കായിട്ട് ഇട്ടിട്ടുണ്ട്. സംഭവം ഇത്രേ ഉള്ളൂ. സാധാരണ മെഡിക്കൽ കൗൺസിലിംഗ് പ്രോസസ്സിൽ ഓരോ ഘട്ടത്തിലും സീറ്റ് ഉറപ്പിക്കണം എന്നുള്ള ആളുകൾ നേരിട്ട് പോയിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്നൊരു പരിപാടിയുണ്ട്. ഈ നേരിട്ട് പോയിട്ട് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ആ സീറ്റ് നമുക്ക് നഷ്ടപ്പെടും. അതിനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫ്രീ എക്സിറ്റ് ആണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഫോർ ഫീച്ചർ എക്സിറ്റ് ആണെന്ന് വെച്ചാൽ പോയി റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ സീറ്റ് നഷ്ടപ്പെടും എന്ന് മാത്രമല്ല, ദെൻ നമ്മൾ അടച്ച ഫീസ് നഷ്ടപ്പെടും. പിന്നെ മൂന്നാം കൗൺസിലിംഗ് നമ്മൾ വീണ്ടും ഫീസ് അടച്ച് ചെയ്യണം. പക്ഷേ കൗൺസിലിംഗ് പ്രോസസ്സിൽ നമുക്ക് പങ്കെടുക്കാം, അത് നഷ്ടപ്പെടില്ല. ഇതാണ് ഉള്ളത്. അപ്പം നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്യാന്നുള്ള പരിപാടി ഒഴിവാക്കണം. 3 അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നേരിട്ട് കോളേജിൽ ഹാജരായി രേഖകൾ സമർപ്പിച്ച് കോളേജ് അഡ്മിഷൻ എടുത്താൽ മതി. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഘട്ടങ്ങൾ എങ്ങനെയായിരിക്കും? ബാക്കിയുള്ള ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ 1ാം ഘട്ട അലോട്ട്മെൻറ്റിൽ നമുക്ക് സീറ്റ് കിട്ടിയാൽ ആ സീറ്റ് പ്രൊവിഷണലായിട്ട് നമുക്ക് അഡ്മിഷൻ എടുത്തിട്ട് നമുക്ക് ഫ്ലോട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് 2ാം ഘട്ടത്തിലും 3ാം ഘട്ടത്തിലും പോകാൻ താല്പര്യമുണ്ട് എന്ന നമ്മൾ സന്നദ്ധത അറിയിക്കുന്ന ഈ IIT കൗൺസിലിങ്ങിലൊക്കെ JEE ഒക്കെ ഉള്ള അതുപോലെ ജോസയിലൊക്കെ ഉള്ളൊരു പ്രോസസ്സ് പോലത്തെ ഒരു പ്രോസസ്സാണത്. നമുക്ക് ഫ്ലോട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ 1ാം ഘട്ട അലോട്ട്മെൻറ്റിൽ നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കിട്ടിയെങ്കിൽ ആ കോളേജ് എടുത്തിട്ട് നമ്മൾ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ഓക്കെ പറഞ്ഞിട്ട് പിന്നെ ഫ്ലോട്ട് ചെയ്ത് പോവാം. മീൻസ് പ്രൊവിഷണൽ അഡ്മിഷൻ എടുക്കാം, ഫ്ലോട്ട് ചെയ്ത് പോവാം. എന്നിട്ട് 2ാം ഘട്ടത്തിലും 3ാം ഘട്ടത്തിലും നമുക്ക് പങ്കെടുക്കാം. അതേ സമയത്ത് ആ കിട്ടിയ സീറ്റ് പോവുകയില്ല. ദെൻ അങ്ങനെ 2ാം ഘട്ടത്തിലും 3ാം ഘട്ടത്തിലും പങ്കെടുത്ത് കഴിഞ്ഞ് 3ാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം മാത്രം നേരിട്ട് ഹാജരായാൽ മതി. ഇനി ഒരാൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കോഴിക്കോട് കിട്ടിയെന്ന് വിചാരിക്കുക, അയാൾക്ക് അത് കഴിഞ്ഞ് അപ്പുറത്തേക്കുള്ള മുകളിലേക്കുള്ള എയിംസും ജിപ്മറൊന്നും പോകാൻ താല്പര്യമില്ല എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? അത് ഫ്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ സീറ്റ് അവിടെ കിടക്കും. അടുത്ത ഘട്ടം അലോട്ട്മെൻറ്റിലേക്ക് പോവില്ല, പങ്കെടുക്കാനുള്ള താല്പര്യം ഇല്ല എന്ന് നമ്മൾ അറിയിച്ചു കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് ആ സീറ്റ് അവിടെ കിടക്കും. 3ാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രോസസ്സ് മൊത്തം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ പോയി ജോയിൻ ചെയ്താൽ മതിയാവും. ഇതാണ് ഫ്ലോട്ടിങ്ങും ഫ്രീസിങ്ങും. ദെൻ അതുപോലെ തന്നെ നമ്മൾ ഈ നേരിട്ട് പോകുന്നതിന് പകരം 3ാം ഘട്ടത്തിലാണല്ലോ പോകുന്നത്. അങ്ങനെ പോകുന്നതിന് പകരം നമുക്ക് താല്പര്യമില്ല, സീറ്റ് ഇഷ്ടമല്ല എന്ന് വിചാരിക്കുക, നമുക്ക് ഓൺലൈനായിട്ട് റിസൈൻ ചെയ്യാനുള്ള ഒരു സൗകര്യവും വരുന്നുണ്ട്. ഈ സൗകര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കുക. അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ടൈമിന് കൃത്യമായിട്ട് ഇത്തരം പ്രോസസ്സുകളിൽ സൂക്ഷിച്ച് പങ്കെടുക്കുക. കരിയർ ഗുരുവിൻ്റെ ഓഫീസിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. നിങ്ങളുടെ ചോയ്സസ്, യാത്രാ സൗകര്യങ്ങൾ, പ്രോക്സിമിറ്റി, ഇത്തരം സംവിധാനങ്ങൾ, ദെൻ ഫ്ലോട്ടിങ്ങും ഫ്രീസിങ്ങും അനുസരിച്ചുള്ള ചോയ്സസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കി പറഞ്ഞു കൊടുത്ത് ദെൻ കുട്ടികൾക്ക് ചോയ്സ് ഉണ്ടാക്കി അത് റീചെക്ക് ചെയ്ത് വീണ്ടും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തി 2ാം ഘട്ടത്തിലും കൊടുക്കുന്നൊരു സംവിധാനമുണ്ട്. ആ സംവിധാനം ഉപയോഗപ്പെടുത്തുക. നല്ല സീറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.